ഗൈസ് ഇതാണ് സാംസങ് ഗാലക്സി A35 5G. ഇത് 8GB 128GB സ്റ്റോറേജ് വേരിയൻ്റ് ആണ്. ഐസ് ബ്ലൂ കളറാണ്. അതുപോലെ തന്നെ ബോക്സിൻ്റെ ബാക്കിൽ സ്പെക്കൊക്കെ എഴുതിയിട്ടുണ്ട്. 120 ഹെഡ്സ് റിഫ്രഷ് റേറ്റ്, നൈറ്റോഗ്രഫി, അത് കൂടാതെ IP67 റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ബോക്സിൻ്റെ അകത്ത് നമുക്ക് ഇങ്ങനത്തെ ഒരു ചെറിയ ബോക്സ് കാണാം. അതിൻ്റെ അകത്താണ് നമ്മൾ Type-C to Type-C ചാർജിങ് കേബിൾ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഡോക്യുമെൻറ്റേഷന് വാറൻറ്റി കാർഡും കാണാം. പിന്നെ ഒരു സിം ഇജക്ടർ ടൂളാണ് കിട്ടുന്നത്. നമുക്കിനി ഫോണിലോട്ടൊന്ന് പോകാം. ഇത് ഐസ് ബ്ലൂ കളറാണ്. അതുപോലെ തന്നെ ബാക്കിലും ഗ്ലാസിൻ്റെ ബാക്കാണ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇൻ ഹാൻഡ് ഫീലും നല്ലൊരു ഹാൻഡി ആയിട്ടുള്ളൊരു മൊബൈൽ ഫോണാണിത്. ഇതിൻ്റെ ബാക്കിൽ കാർണിംഗ് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസ് ആണ് കൊടുത്തിട്ടുള്ളത് പ്രൊട്ടക്ഷനായിട്ട്. IP67 റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് മൈക്കും അതുപോലെ തന്നെ Type-C പോർട്ടും സ്പീക്കറും ആണ് കൊടുത്തിട്ടുള്ളത്. സൈഡിലായിട്ട് പവർ ബട്ടണും വോളിയം ബട്ടണും ആണ് കൊടുത്തിട്ടുള്ളത്. ടോപ്പിലായിട്ട് സെക്കൻഡറി മൈക്കും കൊടുത്തിട്ടുണ്ട്. ഇതിൽ സ്റ്റീരിയോ സ്പീക്കറാണ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് ക്വാളിറ്റി. ഗൈസ് ഫോണിൻ്റെ ടോപ്പിലായിട്ട് സിം കാർഡ് ട്രേയും അതുപോലെ തന്നെ സെക്കൻഡറി മൈക്കും ആണ് കൊടുത്തിട്ടുള്ളത്. 2 സിം അല്ലെങ്കിൽ ഒരു മെമ്മറി കാർഡ് വെച്ച് നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. ഫോണിൻ്റെ സൈഡ് വന്നിട്ട് അലുമിനിയം ബ്രഷ് ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. ഗൈസ് ഇനി നമുക്ക് സ്മാർട്ട് ഫോൺ ഒന്ന് പവർ ഓൺ ചെയ്യാം. സാംസങ് ഗാലക്സി എന്നൊക്കെ എഴുതി കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഡിസ്പ്ലേ 120 ഹെഡ്സ് റിഫ്രഷ് റേറ്റ് ഉള്ള ഒരു ഡിസ്പ്ലേ ആണ്. ആപ്പിനനുസരിച്ച് അത് സ്വിച്ച് ആവുന്നതാണ്. അതുപോലെ തന്നെ AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടൊരു സ്മൂത്ത് ഫങ്ഷനിങ് ഡിസ്പ്ലേ ആണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. വേറെ ലാഗൊന്നും നമുക്ക് ഇതിൽ നിന്ന് ഫീൽ ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ 1000 നിറ്റ്സിൻ്റെ ഫുൾ ബ്രൈറ്റ്നസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഔട്ട്ഡോറിലൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. UI 6.1 ആൻഡ്രോയിഡ് 14 ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ നിരവധി ഫീച്ചേഴ്സ് നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. സാംസങ്ങിൻ്റെ ലേറ്റസ്റ്റ് ഫോണിലുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്കിതിൽ കിട്ടുന്നുണ്ട്. ഇതിൽ കൂടാതെ AI വെച്ചിട്ടുള്ള സർക്കിൾ ടു സെർച്ച് എന്നുള്ള ഓപ്ഷനും നമുക്കിതിൽ കാണാം. 3 ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. 5 മെഗാ പിക്സലിൻ്റെ മാക്രോ, 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ, 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറയാണ്. ഇതിൽ OIS സപ്പോർട്ടുള്ള ഒരു ഫോണാണ്. അതുപോലെ തന്നെ ഫ്രണ്ട് ആൻഡ് ബാക്ക് നമുക്ക് 4K 30 FPS നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സൂപ്പർ സ്റ്റഡി മോഡ് ഓൺ ചെയ്ത് നമുക്ക് അൾട്രാ സ്റ്റെബിലിറ്റി വീഡിയോസ് എടുക്കാൻ പറ്റും. നമുക്ക് ക്യാമറയുടെ സെറ്റിങ്സിൽ പോയാൽ നമുക്ക് അവിടെ കുറേ സെറ്റിങ്സ് ഒക്കെ കാണാൻ പറ്റും. അതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. മോർ എന്നുള്ള ഓപ്ഷനിൽ നിരവധി ഓപ്ഷൻസ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. പോർട്രേറ്റ് മോഡിൽ നിരവധി ബൊക്കെ എഫക്ട്സ് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് 50 മെഗാ പിക്സലിൽ ഫോട്ടോ ഷൂട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ആസ്പെക്ട് റേഷ്യോ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഇതിലെടുത്ത ഫോട്ടോസും വീഡിയോസാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഗൈസ് ഇതാണ് 4K 30 FPS എടുത്താലുള്ള വീഡിയോയുടെ ക്വാളിറ്റി. ഇപ്പോൾ ഞാൻ നടന്നുകൊണ്ടാണ് എടുക്കുന്നത്. അത്യാവശ്യം നല്ല സ്റ്റെബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻബിൽഡ് മൈക്കിലാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഡൈനാമിക് റേഞ്ച് നല്ലോണം ഉണ്ട്. അപ്പോൾ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് 1080p 60 FPS ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോ. നല്ല ക്വാളിറ്റി ഉള്ള ഒരു വീഡിയോ ആണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. സ്റ്റെബിലിറ്റി നല്ലൊരു സ്റ്റെബിലിറ്റിയാണ്. അതുപോലെ തന്നെ ഓഡിയോ ക്വാളിറ്റിയും നല്ലൊരു ഓഡിയോ ക്വാളിറ്റിയാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഫുൾ HD 30 FPS അൾട്രാ വൈഡ് ക്യാമറ യൂസ് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അത്യാവശ്യം നല്ല സ്റ്റെബിലിറ്റി തന്നെ അൾട്രാ വൈഡ് ക്യാമറയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഡൈനാമിക് റേഞ്ചും നല്ലോണം ഉണ്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ഫ്രണ്ട് ക്യാമറയിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള 4K 30 FPS വീഡിയോ. അത്യാവശ്യം നല്ല സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി വിഷ്വൽസാണ് നമുക്ക് ഈ ഫോണിൽ നിന്ന് കിട്ടുന്നത്. എന്താണെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓഡിയോ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്നും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഗൈസ് ഇതിൽ നമുക്ക് സാംസങ് വാലറ്റ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. അത് യൂസ് ചെയ്ത് നമുക്ക് ടാപ്പ് ആൻഡ് പേ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇതിൽ NFC സപ്പോർട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണിത്. ഗൈസ് ഈ ഫോണിൽ Exynos 1380 എന്ന് പറയുന്ന ഒരു പ്രോസസ്സറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഫോണിൽ 5000 mAh ബാറ്ററിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ബാറ്ററി ബാക്കപ്പ് അത്യാവശ്യം നല്ലോണം ഉണ്ട്. ഗൈസ് ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ സൈസ് വരുന്നത് 6.6 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വിഷൻ ബൂസ്റ്റർ എന്ന് പറയുന്ന ഒരു ഫീച്ചറും കൊടുത്തിട്ടുണ്ട്.